ഫ്രാൻസ് ക്യൂട്ട് കിച്ചൺ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കടലമാവും ക്യാപ്സിക്കവും കൊണ്ട് നല്ലൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. നമ്മൾ കാപ്പി കുടിക്കുന്ന കപ്പ്, ആ കപ്പിന് 1 കപ്പ്. നിങ്ങളുടെ അളവിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇത്ര മാവിൻ്റെ ആവശ്യം വരില്ല. കാരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ അങ്ങനെ കുറച്ച് കൂടുതൽ കാണാൻ പറ്റുള്ളൂ. ഉപ്പ്, ഈ ഉപ്പ് കൂടുതലാണ്. ഇത് കല്ലുപ്പാണ്, കല്ലുപ്പ് പൊടിച്ചതാണ്. കല്ലുപ്പ് നമുക്ക് പൊടിച്ച് വെച്ചാൽ ഈസി ആയിട്ട് എടുക്കാമല്ലോ, അതുകൊണ്ട് ഞാൻ പൊടിച്ച് വയ്ക്കും. അടുത്തത് നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾ, പിന്നെ ഒരു പിഞ്ച് കായം, ഇത്രയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. നമ്മൾ മാവെടുത്ത അതേ കപ്പിൽ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. എന്നിട്ട് കുറേശ്ശെ ഒഴിച്ചെടുക്കാം. മുഴുവനും കൂടെ അങ്ങോട്ട് ഒഴിച്ചെടുക്കരുത്. ഇത് വെറുതെ പൈപ്പിലെ വെള്ളമാണ്, തണുത്ത വെള്ളം, തിളപ്പിച്ചതൊന്നുമല്ല. നമ്മളെടുത്ത വെള്ളം, 1 കപ്പ് മാവ് എടുത്തു, 1 കപ്പ് വെള്ളം ഒഴിച്ചു. അത് കറക്റ്റ് അളവായിരുന്നു. അളവ് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കണം, നോക്കിയിട്ട് ചെയ്യണം എപ്പോഴും. ഇതുപോലെ ഇങ്ങനെ വരണം, ഇങ്ങനെ വിട്ട് വരണം. ഇനി നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം ഉണ്ടല്ലോ, ഈ ക്യാപ്സിക്കത്തിനെ മുറിക്കാം. കാണിച്ചു തരാം. നമുക്കിതാ മുറിക്കാൻ പോവാണ് ക്യാപ്സിക്കത്തിനെ. ഒരു 1/4 ഇഞ്ച് അല്ലേ, അത് 1/2 ഇഞ്ച്. ഇങ്ങനെ മുറിക്കാം. എത്ര വേണമെങ്കിലും എടുക്കാം, ഞാനിപ്പോൾ 1 എടുക്കണുള്ളൂ. ഇതിനകത്തുള്ള സീഡൊക്കെ നമുക്ക് കളയാം. സീഡ് വേണ്ട, ഇത് വേണ്ട. ഇതെൻ്റെ നെട്ടായിരുന്നു. സീഡ് വേണ്ട, സീഡ് കളയണം. ഇതും വേണ്ട, ഇതൊക്കെ എടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബാക്കി മുളക്, മഞ്ഞൾ, ഉപ്പ്, കായമൊക്കെ ഉണ്ട്, അതെല്ലാം കൂടെ നമുക്ക് ഇടാം. ഉപ്പ്, ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിലോട്ട് പുരട്ടി വയ്ക്കാം. ഇതൊന്ന് പിടിക്കണം കുറച്ച് നേരം. അത് വെച്ചിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ചൂടായിട്ടുള്ള എണ്ണ ഒഴിക്കാം. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കണം. ഓക്കെ, ആ ക്യാപ്സിക്കം ഞാൻ അതിൽ മുക്കിയിട്ട് ഇടുകയാണ്.
ഫ്ലെയിം ഞാൻ നന്നായിട്ട് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഒന്ന് കുറച്ച് വയ്ക്കാം. രണ്ട് സൈഡ് നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. സോറി, എടുക്കാൻ പോവാണിത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, മുരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. പാത്രത്തിട്ട് മാറ്റാം. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ ഞാൻ ഇതിനകത്തിട്ടിരിക്കുകയാണ്. ഫ്ലെയിം ആദ്യം കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഒന്നായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെക്കാം. ഈ ക്യാപ്സിക്കം കൊണ്ടുള്ള ഈ ഒരു ബജ്ജി, റിംഗ് ബജ്ജിയുടെ തിരക്കഥയും കഥയും എല്ലാം എഴുതിയത് എൻ്റെ ഹസ്ബൻഡ് സോമനാഥൻ ആണ്. ഇത്രയൊന്ന് കുറച്ച് ക്യാപ്സിക്കം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അന്ന് ഇങ്ങനെ ഉണ്ടാക്കാം നോക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ഞാനൊന്ന് ശ്രമിച്ച് നോക്കിയതാണ്. പക്ഷേ സംഭവം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കണമുണ്ട്. ഇനി കഴിച്ചുകൊണ്ട് നോക്കിയാൽ എനിക്ക് പറയാൻ പറ്റില്ല ശരിക്കും. മൂത്തിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. മൂത്ത് വരുമ്പോൾ ഇതെല്ലാം വടി പോലെയാവും ഈ മാവ് അതിൽ പിടിച്ച്. ഇങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്യാപ്സിക്കം കൊണ്ടുള്ളൊരു ബജ്ജി അല്ലെങ്കിൽ വട എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഞാനതിൽ നിന്ന് എടുത്ത് കുറച്ച് കഴിച്ചു. നല്ല സ്വാദുണ്ട് കേട്ടോ. എല്ലാവരും കഴിച്ചു നോക്കണേ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ശരിക്കും നോക്കി കണ്ടോ, വട പോലെ അല്ലേ, ഉഴുന്ന് വട പോലെ ഇരിക്കും കണ്ടിട്ട് അല്ലേ. ഇത് അതിന് മുകളിൽ വശമായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും നേരം കണ്ടതിന് നമസ്കാരം.